ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി ലെവലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അത് എന്താണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു എനർജിയിലേക്ക്, സിറ്റുവേഷനിലേക്ക് എന്താണ് നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് നിങ്ങളിലേക്ക് കണക്ട് ആവാനായിട്ട്, അട്രാക്ട് ആവാനായിട്ട് പോകുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ കരിയർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളും ആയിരിക്കാം. അപ്പൊ എന്താണോ നമ്മുടെ സ്പ്രെഡിൽ വരുന്നത് അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഈ ഒരു സമയം നിങ്ങളെ കുറിച്ച് തന്നെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുകളിലൂടെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ടും അവസാനിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു ഹാപ്പിനെസ് കടന്നു വരികയാണ് എന്നുള്ള രീതിക്ക് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ ഇരിക്കുന്നത് ആ ഒരു സിറ്റുവേഷനുമായിട്ട് ബേസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാ രീതിയിലും ഹാപ്പിനെസ് കടന്നു വരികയാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവായിട്ട് മാത്രം മാനിഫെസ്റ്റ് ചെയ്യുക. നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഒന്നും തന്നെ കണക്ട് ചെയ്യാതിരിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നൈറ്റ് ഓഫ് കപ്സ്, ദ മൂൺ എനർജി, Four of Cups, Sun energy, Seven of Cups, Nine of Wands, King of Cups, രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. Eight of Wands, Six of Pentacles, Ace of Cups, Ten of Swords, Knight of Swords, Two of Pentacles, Strength, Three of Wands, Seven of Swords, Seven of Wands, The Chariot. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, എനർജി ഒക്കെ ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എല്ലാ രീതിയിലും ഭയങ്കരമായിട്ട് ഒരു ടെൻഷൻ, നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തികളാണ്. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവും. പിന്നെ അത് തന്നെ ചിന്തിച്ചു കൂട്ടുന്ന ഒരു രീതി നിങ്ങളിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. മനസ്സിന് ഭയങ്കരമായ ഒരു ഭാരവും പേറിയാണ് നിങ്ങളിപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു നീതി ലഭിക്കണം എന്ന് ആഗ്രഹിച്ച് ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ആ ഒരു ഭാരവുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന. റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, ഫിനാൻഷ്യൽ കാര്യങ്ങൾ, സാമ്പത്തികപരമായിട്ട് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. വൈകാരികപരമായ എനർജി ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ജീവിതത്തിൽ എല്ലാ രീതിക്കും സ്വയമേ തന്നെ ഒരു റീബർത്ത് വേണം. റീബർത്ത് എന്ന് പറയുമ്പോഴേക്കും നീതിപൂർവ്വം നിങ്ങൾക്കൊരു നീതി ലഭിച്ച് അതിലൂടെ ഒരു പുനർജന്മം വേണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. അത്രത്തോളം നിങ്ങൾക്ക് വേദനകളിലൂടെ കടന്നുപോയി മതിയായി എന്നൊരു സിറ്റുവേഷൻ ആണ്. ഒരുപാട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ആഗ്രഹം പോലെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നില്ല. എല്ലാ രീതിയിലും നിങ്ങളുടെ ഒരു അവസ്ഥ ഒരു ചരട് പൊട്ടിയ പട്ടം പോലെ പറന്ന് നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഒരു നീതി തേടിയുള്ള ഒരു യാത്രയിലാണ് നിങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി. ഒരുപാട് നിങ്ങൾക്ക് ഭയം, ഒരു ഫിയർ ഒക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. കഴിഞ്ഞു പോയിരിക്കുന്ന കുറച്ചധികം കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫിൽ, പാസ്റ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ജന്മമല്ല, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിലേക്ക് നിങ്ങളെ എത്തിച്ചിരിക്കുന്ന ആ ഒരു സാഹചര്യം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു പെയിൻ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ ഒരു ഫിയർ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇനിയും നിങ്ങളിലേക്ക് അത് റിപ്പീറ്റ് ചെയ്ത് വരുമോ, എല്ലാ രീതിക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രകാശം കടന്നു വരുമോ എന്നുള്ള രീതിക്ക് നിങ്ങളൊരു ചതിയിലൊക്കെ അകപ്പെടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തായിരിക്കാം നിങ്ങൾ ചതിയിൽ അകപ്പെട്ടിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും രീതിയിൽ ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം.
അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എടുക്കുമ്പോൾ എന്താണ് എന്നുള്ളത് നോക്കുമ്പോൾ വന്നിരിക്കുന്ന കാര്യങ്ങൾ. നിങ്ങളുടെ എനർജി കുറച്ച് ലോ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് നിങ്ങൾ ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ലാത്ത ഒരു അവസ്ഥയായിരിക്കും. എന്നാൽ ഒരു വിഭാഗം ആളുകൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിരിക്കാം. പക്ഷെ മനസ്സ് എന്ന് പറയുന്നത് ഹീൽ ആയിട്ടില്ല. എന്നിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊരു മാറ്റങ്ങളിലൂടെ നിങ്ങൾ ആ ഒരു ഹീലിംഗിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കത്തിനുള്ള സാധ്യതകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എടുക്കുമ്പോൾ നമുക്ക് വരുന്ന കാര്യങ്ങൾ. അപ്പൊ നമുക്കിവിടെ നോക്കാം, സ്പ്രെഡിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്ന ടെമ്പറൻസ് എനർജിയാണ്. എല്ലാ രീതിയിലും ലൈഫിനെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട്, ബാലൻസ് ചെയ്യാനായിട്ടൊക്കെ നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം. രാത്രികളിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉറക്കമോ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. ഉറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറങ്ങുന്നുണ്ട്, പക്ഷെ ആ ഒരു സമാധാനത്തോടു കൂടിയുള്ള ഉറക്കമൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്പിരിച്വൽ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. ഒരുപാട് നാളുകളായിട്ട് വിശ്വാസവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കൊന്നും നടക്കുന്നില്ല എന്നുള്ള ചിന്തകൾ ഉണ്ടെങ്കിലും ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷ. ആ ഒരു പ്രതീക്ഷയാണ് ഇപ്പോഴും നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്ക് ചേർത്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അത് നിങ്ങളിലേക്ക് കണക്ട് ആവാനുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് കടന്നു വരാൻ പോകുന്നത്. കാരണം ആ ഒരു യൂണിവേഴ്സൽ മദറിന്റെ എല്ലാ രീതിയിലുള്ള ബ്ലെസ്സിങ് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ എനർജിയിലൂടെ കാണിക്കുന്നുണ്ട്. ജീവിതത്തിൽ വൈകാരികപരമായിട്ട് ഒരു കാര്യങ്ങളിലും നിങ്ങൾക്ക് തീരുമാനങ്ങളോ ഒന്നും തന്നെ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. നിങ്ങൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആണ്. ഭയങ്കരമായ ഒരു ഫിയർ നിങ്ങളെ അലട്ടുന്നുണ്ട്. അതോടൊപ്പം ഓവർ തിങ്കേഴ്സ് ആണ് നിങ്ങൾ. ഭയങ്കരമായി ചിന്തിച്ചൊക്കെ കൂട്ടുന്നുണ്ട്. ചിന്തിച്ചു കൂട്ടി നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ ചിലപ്പോൾ ഇപ്പോൾ നേരിടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെയാണെന്നുണ്ടെങ്കിൽ എംപ്രസ് എനർജി ആണ്. എല്ലാ രീതിയിലും നിങ്ങളുടെ പ്രാർത്ഥനകൾ യൂണിവേഴ്സൽ മദർ അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ച ശക്തി കേട്ടു തുടങ്ങിയിരിക്കുന്നു എന്നതിനുള്ള ഒരു തെളിവാണ് ഈ ഒരു റീഡിംഗ് പോലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം എന്തൊക്കെയാണ് നിങ്ങളുടെ എനർജിയിലേക്ക് കണക്ട് ആവാൻ പോകുന്നത് എന്നുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ, ഒരു സ്നേഹബന്ധത്തിന്റെ കാര്യത്തിൽ അവരിൽ നിന്നും അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്കൊരു ചതി നേരിടേണ്ടതായിട്ട് ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം. വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സ്നേഹിച്ച നിങ്ങളുടെ പേഴ്സൺ ഒരു നിമിഷത്തിൽ അവരുടെ ലൈഫിൽ ഒരു സ്റ്റേജ് വന്നപ്പോൾ നിങ്ങളെ എടുത്തു മാറ്റി, ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി നിങ്ങളെ എടുത്തു മാറ്റി അവരുടേതായ സന്തോഷങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടേതായ സ്വാർത്ഥ മനോഭാവത്തോടു കൂടിയൊക്കെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. ചിലവരുടെ കേസിൽ സിറ്റുവേഷൻ ബേസ് ചെയ്തായിരിക്കാം. പക്ഷെ എങ്കിലും നിങ്ങളെ പൂർണ്ണമായും മാറ്റേണ്ട ഒരു സാഹചര്യം ഒന്നും അവർക്ക് ഉണ്ടാവുകയില്ല. പക്ഷെ എന്നാലും അവർ ആ ഒരു സ്വാർത്ഥതയോടു കൂടി നിങ്ങളോട് ആ ഒരു രീതിയിൽ പ്രവർത്തിച്ച വ്യക്തികളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും യൂണിവേഴ്സ് ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയിൽ അതിൻ്റെതായ ഒരു എനർജി വേരിയേഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവർ ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആത്മാർത്ഥമായ ഒരു സ്നേഹം, ജെന്യുവിൻ ആയ ഒരു സ്നേഹം നിങ്ങളുടേതാണ് എന്നുള്ളത് നിങ്ങളുടെ വ്യക്തി ഇവിടെ റിയലൈസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അവർക്ക് ആരൊക്കെ സ്നേഹം കൊടുത്ത് അരികിലേക്ക് വരുന്നുണ്ടെങ്കിലും, അവരുടെ ഫാമിലി ആയിക്കൊള്ളട്ടെ, ഫ്രണ്ട്സ് ആയിക്കൊള്ളട്ടെ, അവർ പോയിരിക്കുന്ന സിറ്റുവേഷൻസ്, അവരുടെ കരിയറോ മറ്റെന്തോ ആയിക്കൊള്ളട്ടെ, അതിലേക്കൊന്നും അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അവരുടെ മനസ്സ് പൂർണ്ണമായും നിങ്ങൾക്കൊരു നീതി നൽകണം എന്നൊരു ചിന്തകളിലേക്ക് മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം ഒരു സമയത്ത് അവർ സ്വീകരിക്കാതെ മാറ്റിവെച്ച ആ ഒരു സ്നേഹത്തെ ഇപ്പൊ എത്രയും വേഗം അവർക്ക് ലഭിക്കണം എന്ന് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയായിട്ട് തന്നെയായിരിക്കാം ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്ന് നിങ്ങളെ വന്ന് പ്രപ്പോസ് ചെയ്ത് നിങ്ങളുടെ സ്നേഹം ഇവരായിട്ട് വാങ്ങിയെടുത്തത്. എന്നിട്ടായിരിക്കും ഇവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത്. എന്നാൽ ഇപ്പൊ ആ ഒരു കുറ്റബോധവും പേറി ഇവർ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ എനർജിയിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഇവർ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു സമയമായിട്ടാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഒരു സമയം നിങ്ങളിലേക്ക് വന്ന വ്യക്തികൾ എങ്ങനെയാണോ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നത് അതേപോലെ തന്നെ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളിലൂടെ തന്നെ വീണ്ടും നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരിക. ചിലവരെ സംബന്ധിച്ചിടത്തോളം ഇവർ നിങ്ങളെ ഒരു സോഷ്യൽ മീഡിയ വഴിയൊക്കെ ചിലപ്പോൾ ഒരു മെസ്സേജോ കാര്യങ്ങളൊക്കെ കൂടി ആയിരിക്കാം. ചിലർക്ക് ഡയറക്റ്റ് മീറ്റ് ആയിരിക്കാം ചെയ്തിരിക്കുന്നത്.
നേരിട്ട് കണ്ടായിരിക്കാം ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിൽ ആത്മാർത്ഥമായ സ്നേഹത്തോടു കൂടി അതേ നിഷ്കളങ്കമായ മനസ്സോടു കൂടി ഒരു സമയത്ത് വന്ന അതേ നിഷ്കളങ്കതയോടു കൂടി തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ again പ്രപ്പോസ് ചെയ്യണം എന്നുള്ള രീതിക്കാണ് ഇവർ നിൽക്കുന്നത്. അതും വളരെ ഫാസ്റ്റ് ആയിട്ട് നിയറസ്റ്റ് ഫ്യൂച്ചർ തന്നെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു സൈഡിൽ നിങ്ങളോടുള്ള ഭയങ്കരമായ ഒരു സ്നേഹം, മറു സൈഡിൽ ഇവർക്ക് ഭയങ്കരമായ ഒരു ഫിയർ, ഒരു ഭയം അത് ഇവരെ അലട്ടുന്നുണ്ട്. കാരണം ഇവർ തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയ വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു ഭയം ഇവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ എങ്കിലും നിങ്ങളെ പൂർണ്ണമായും നഷ്ടപ്പെടുത്തി കളയാനായിട്ട് പറ്റില്ല എന്നൊരു മെന്റാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി അവരിൽ ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടിട്ട് ആ ഒരു ഫിയറിനെ എല്ലാം മറികടന്നുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആ ഒരു വെളിച്ചം നിങ്ങളിലേക്ക് എത്തിക്കണം. അതായത് അവരായിട്ട് കെടുത്തിക്കളഞ്ഞ ആ ഒരു വെളിച്ചത്തെ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകാശമായിട്ട് കടന്നു വരണം. അതുപോലെ നിങ്ങൾ ഒന്നിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തന്നെ വളരെ സക്സസ് ആയിട്ട് വളരെ സന്തോഷം, സമൃദ്ധി എല്ലാം നിറയുന്ന ഒരു രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിക്ക് തോന്നി തുടങ്ങിയിരിക്കുന്ന സാഹചര്യമാണത്. ഒരു സമയം അവർക്ക് select ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോൾ അവർ എന്താണോ select ചെയ്ത് പോയത് അതൊരു യഥാർത്ഥമായ സ്നേഹമല്ല എന്നൊരു തിരിച്ചറിവ്, അല്ലെങ്കിൽ പോയി നിന്ന സ്ഥലത്ത് genuine ആയിട്ടുള്ള ഒരു സ്നേഹമല്ല ലഭിച്ചിരിക്കുന്നത്, അതെല്ലാം പൊള്ളയായ സ്നേഹമായിരുന്നു. ആ ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ അവിടെ നിന്നും ഒരു മടക്കയാത്ര ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഇത്രത്തോളം അവർ miss ചെയ്യുന്നത്. വൈകാരികപരമായിട്ട് അവരുടെ ഹൃദയത്തിലെ ആ ഒരു സ്നേഹം, ആ ഒരു നിറഞ്ഞ സ്നേഹത്തെ നിങ്ങളിലേക്ക് നൽകണം. നിങ്ങൾ ഇപ്പോഴും ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ person ഇവിടെ അന്വേഷിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളെ chase ചെയ്യുന്നുണ്ട് ഇവര്. നിങ്ങളുടെ ഓരോ നീക്കങ്ങളും അറിയുന്നുണ്ട്. social media യിലൂടെ ആണെന്നുണ്ടെങ്കിലും direct ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ common friends വഴി ആയിരിക്കാം അവർ നിങ്ങളുടെ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് അറിയുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങളുടെ person ന്റെ മനസ്സ് മാറി തുടങ്ങിയിരിക്കുകയാണ്. അതുപോലെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ financial loss, നമുക്കിവിടെ ഒരു financial കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. Pentacle energy വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ആരെങ്കിലും നിങ്ങളെ ചതിച്ച് നിങ്ങളുടെ പണമോ സമ്പത്ത് മൂല്യങ്ങൾ സ്വർണം അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുത്തി കൊണ്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ആ ഒരു person അവർക്ക് എവിടെ നിന്നൊക്കെയോ ഒരു ചതി അല്ലെങ്കിൽ അവർ ഏതൊക്കെയോ ഒരു വേദന ഒരു കർമ്മ അവർ നേരിട്ടിട്ടുണ്ട്. നിങ്ങളെ ചതിച്ച് ആ ഒരു മൂല്യങ്ങളുമായി പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരിപ്പോ ഒരു കർമ്മ നേരിട്ട് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു സമ്പത്ത് കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണോ നിങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് പോയത് അത് എത്രയും വേഗം നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ ഏൽപ്പിക്കണം എന്നൊരു ചിന്ത അവരിൽ വന്നിട്ടുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ആ ഒരു പണം അല്ലെങ്കിൽ ആ ഒരു സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക് എത്താനുള്ള സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്. ഫിനാൻഷ്യലി നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കാം. ഒരു നിലപാടില്ലാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മറയുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു മാറ്റം വരാനായിട്ട് പോവുകയാണ്. അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് കുറച്ച് പണം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിപ്പോ മേടിച്ച പണമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന് നിങ്ങൾക്കൊരു സഹായമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. സഹായം എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് രീതിയിൽ വരാം. ഒന്ന് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ജോലിക്കായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്കൊരു ജോബ് ഓഫർ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ എബ്രോഡിലേക്കൊക്കെ പോവാനായിട്ട് തയ്യാറെടുത്ത് നിന്നിട്ട് നിങ്ങൾക്ക് പകുതി വെച്ച് എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ വന്ന് നിങ്ങൾ stuck ആയി നിന്ന് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു ജോബ് ഓഫർ എബ്രോഡിൽ നിന്നൊക്കെ വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പുറത്തേക്കൊക്കെ പോകാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു കടല് കടന്ന് അപ്പുറത്തേക്ക് നിങ്ങൾ എങ്ങോട്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിന്മേലുള്ള തടസ്സങ്ങൾ മാറിയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് അവിടെ നിന്നും ഒരു ന്യൂസ് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ആ ഒരു കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തൊക്കെ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ആയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നടക്കാനുള്ള സാധ്യതയുണ്ട്. എബ്രോഡിലേക്ക് മാത്രമല്ല നിങ്ങൾ ജോബിലൊക്കെ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ട് നിരന്തരമായിട്ട് നിങ്ങൾക്ക് അതിൽ തടസ്സങ്ങൾ പരാജയങ്ങൾ എല്ലാം നേരിട്ട് നിങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കരമൊക്കെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളിങ്സ് നിങ്ങൾക്ക് അർഹമായ രീതിയിലുള്ള ജോബ് നിങ്ങൾക്ക് ലഭിച്ച് മാറാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഇവിടെ മെയിൻ ആയിട്ട് ഫിനാൻഷ്യലി നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി കുറച്ച് പണം കടന്നു വരുന്ന എനർജി കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ഭാഗ്യ പരീക്ഷണങ്ങൾ ലോട്ടറി പോലെയുള്ള കാര്യങ്ങളോ ഇനി അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബപരമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സമ്പത്ത് അതായത് സ്വത്തുക്കളോ കാര്യങ്ങളോ ഒക്കെ കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ പൂർവിക സ്വത്തുക്കൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്.
നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അതികഠിനമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത്രത്തോളം പ്രാർത്ഥനകളിലൂടെ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം തീർച്ചയായും നിങ്ങൾക്ക് നടന്നു കിട്ടും എന്നുള്ളത് യൂണിവേഴ്സ് ഇവിടെ പറയാനായിട്ട് നിങ്ങളോട് ആഗ്രഹിക്കുകയാണ്. പക്ഷെ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ എനർജി ലോസിലേക്ക് ഭയങ്കരമായിട്ട് പോകാതെ നിങ്ങളുടെ എനർജിനെ നിങ്ങളൊന്ന് ഇൻക്രീസ് ചെയ്യണം. നിങ്ങളുടെ സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. സെൽഫ് ലവ് അത് നിങ്ങൾക്ക് കുറച്ചുകൂടി അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ചില വിഭാഗം ആളുകൾക്ക് ഒരു വിഭാഗം ആളുകൾ ആ ഒരു രീതിയിലേക്ക് ഫോക്കസ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടെ സെൽഫ് ലവിലേക്ക് വരിക. നിങ്ങളുടെ ആ ഒരു എനർജിയെ നിങ്ങൾ വീണ്ടെടുക്കുക. കാരണം നിങ്ങൾക്ക് അതിനുള്ള സ്ട്രെങ്ത് ഉണ്ട്. നിങ്ങളുടെ എനർജി ആണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവാനായിട്ടുള്ള പ്രധാന കാരണം. അത് നിങ്ങൾ പോലും ചിലപ്പോൾ ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു കരുത്ത്, നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ ആ ഒരു ശക്തമായ വിശ്വാസം അതാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആക്കുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നു എന്ന് പറഞ്ഞാലും അതിനെയെല്ലാം അതിജീവിച്ച് നിങ്ങൾ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എനർജിയുടെ ആ ഒരു പ്രത്യേകത തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ട് കടന്നു വരാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് നിങ്ങൾക്ക് ഉണ്ടായത്. അതിപ്പോ നിങ്ങൾ നെഗറ്റീവ് സിറ്റുവേഷനിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ അത് തിരിച്ചറിയാൻ സാധിക്കും. കാരണം ആ ഒരു ഒറ്റപ്പെടലിലും വേദനകളിലും എല്ലാം നിങ്ങൾ പൊരുതി ഈ ഒരു സമയം വരെ നിന്നു. നിങ്ങളുടേതായ ഒരു ഡിവൈൻ ടൈം ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരൊക്കെയാണോ അതിപ്പോ റിലേഷൻഷിപ്പ് ആയിട്ട് ബേസ് ചെയ്താണെന്നുണ്ടെങ്കിലും കരിയർ ആയിക്കൊള്ളട്ടെ ഫിനാൻഷ്യൽ കാര്യങ്ങളായിക്കൊള്ളട്ടെ ആരാണോ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിരിക്കുന്നത് അതേ വ്യക്തികൾ പോയ അതേ സ്പീഡിൽ നിങ്ങളിലേക്ക് ഓടി തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ആ ഒരു രീതിയിൽ നൽകാൻ, സ്നേഹബന്ധത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നതുകൊണ്ട് പൂർണ്ണമായും നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയരുത്, നിങ്ങൾ അവർക്ക് വേണം എന്നുള്ള ചിന്തയിൽ ആ ഒരു forgiveness ആണ്, ക്ഷമാപണവുമായിട്ട് നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഇപ്പൊ ഇവിടെ ഫിനാൻഷ്യൽ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ആ ഒരു അർഹതപ്പെട്ട കാര്യം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ഇതുവരെ സാമ്പത്തികപരമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയ വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിലവിൽ നിങ്ങൾ ആ ഒരു ഫിനാൻഷ്യലി ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന സമയമാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ കോടീശ്വരനാകുന്നു എന്നുള്ളതല്ല, നിങ്ങളുടെ സ്ട്രഗിളിങ്സ് ഒക്കെ മാറുന്നു. അർഹമായ രീതിയിൽ നിങ്ങളിലേക്ക് ഓരോന്നായിട്ട് കണക്ട് ആയിട്ട് കടന്നു വരാൻ പോവുകയാണ്. ആദ്യം ജോലി ആയിരിക്കാം, പിന്നെ നിങ്ങൾക്ക് ആ ഒരു സാമ്പത്തിക ഉയർച്ചയായിരിക്കാം. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്കൊരു ഉയർച്ച ഇവിടെ കാണിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു വഴി നിങ്ങൾക്ക് തുറന്നു ലഭിക്കാനായിട്ട് പോവുകയാണ്. ആ ഒരു രീതിയിലാണ് എനർജി കിട്ടുന്നത്. ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അവരുടെ മൈൻഡിനെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഇമോഷണലി ബാലൻസ് ചെയ്യുന്നുണ്ട്. ഒരു ഫിയർ അവരുടെ ഉള്ളിലേക്ക് കേറിയിട്ടുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് അവർ നിങ്ങളെ വേദനിപ്പിച്ച് പോയവരായതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോൾ ഉള്ള ടെൻഷൻ. രണ്ട് എന്ന് പറയുന്നത് അവരുടെ ഉള്ളില് ഇനി നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്യുമോ സ്വീകരിക്കുമോ എന്നുള്ള ഒരു ഫിയർ അത് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഇവർ എത്രത്തോളം പുറത്ത് കാണിക്കുന്നില്ലെങ്കിൽ പോലും അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഇത്രത്തോളം ഇത് നീണ്ടു പോയിരിക്കുന്നത്. ഇവരുടെ ഉള്ളിൽ ആ ഒരു ഈഗോ, നിങ്ങൾ ഇവരെ റിജക്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവർ ഒന്നും അല്ലാതെയായി പോവുമല്ലോ. ആ ഒരു ഈഗോ ഇവരുടെ ഉള്ളിലുണ്ട്. പക്ഷേ ആ ഒരു ഈഗോ ഒരു ലിമിറ്റിൽ കൂടുതൽ മുന്നോട്ടേക്ക് പോവുകയില്ല. കാരണം ആ ഒരു യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ പിരിഞ്ഞു പോകേണ്ട വ്യക്തികളല്ല. നിങ്ങൾ തമ്മിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ ഉണ്ട്, ഒരു സോൾ കണക്ഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു സോൾ കണക്ഷൻ നിങ്ങളുടെ ഉള്ളിൽ രണ്ടുപേർക്കിടയിൽ ഉള്ളിടത്തോളം എന്തൊക്കെ നിങ്ങൾ ചെയ്താലും നിങ്ങളുടെ പേഴ്സൺ ചെയ്തു എന്ന് പറഞ്ഞാലും നിങ്ങൾ പരസ്പരം സ്പ്ലിറ്റ് ആയി പോകില്ല. ഒരു സമയം നിങ്ങൾ ജോയിൻ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ വിധിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. അതും ജെന്യുവിൻ ആയിട്ടുള്ള സ്നേഹം നൽകിക്കൊണ്ട്. നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയവരാണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യുപകാരമായിട്ട് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ക്ഷമാപണവുമായിട്ടാണ് അവർ കടന്നു വരുന്നത്. അർഹതപ്പെട്ട സ്നേഹം അർഹതപ്പെട്ട കൈകളിലേക്ക് തന്നെ എത്തിക്കാനായിട്ട് ഇവരായിട്ട് തന്നെ എത്തുകയാണ്. ഭയങ്കരമായിട്ടൊരു ഈഗോയും ടോക്സിക് ഒക്കെ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു ഇവരുടേതെന്നുണ്ടെങ്കിൽ, ടോക്സിക് എന്ന് പറയുമ്പോൾ ഭയങ്കര ദേഷ്യം കാര്യങ്ങൾ, അതാണ് ഞാൻ മീൻ ചെയ്തത്. ഇവർക്ക് ഭയങ്കരമായിട്ടൊരു എടുത്തുചാട്ടം, വാശി കാര്യങ്ങൾ ഒക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ വ്യക്തി ആ ഒരു ഈഗോയും കാര്യങ്ങളൊക്കെ മുട്ടുമടക്കി ആ ഒരു സിംഹം എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് ഒരു ആട്ടിൻകുട്ടിയായിട്ട് ഇവിടെ മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്രത്തോളം അവർ ക്ഷമിക്കാനൊക്കെ പഠിച്ചിരിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പഠിച്ചിരിക്കുന്നു. കാരണം അവരിപ്പോ നിൽക്കുന്ന ചുറ്റുപാട് എന്ന് പറയുന്നത് അവർക്കൊരു ഹാപ്പിനെസ് നൽകുന്നില്ല. അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ വെളിച്ചം അത് നിങ്ങളാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് തന്നെ അട്രാക്റ്റ് ആവാൻ പോകുന്ന കാര്യങ്ങളാണ്. വളരെ ഫാസ്റ്റ് എനർജിയാണ് വന്നിരിക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ എനർജിയാണ്.
കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷൻ വരുന്നു. അവർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു. ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും സാമ്പത്തികപരമായ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അതുപോലെ കരിയർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഒരു ജോബ് ഓഫർ കാര്യങ്ങൾ പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ അതെല്ലാം നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പോവുകയാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതേ പാറ്റേൺ നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ കൊണ്ടുപോയിക്കൊള്ളുക. മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് അതേ വിശ്വാസത്തോടു കൂടി ട്രസ്റ്റോടു കൂടി തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നതായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ എനർജിയുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. നിങ്ങളുടെ സിറ്റുവേഷൻ ഒക്കെ ആയിട്ട് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. ഈ ഒരു സമയം യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ഗൈഡൻസ് കൂടെ നമുക്ക് നോക്കാം. റൊമാൻസ് in the near future. Ask for help from others. Communicate clearly. Be assertive. Opportunity. Listen to your intuition. Meditation brings answers. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന ടേക്ക് ആക്ഷൻ ആണ്. അപ്പൊ ഈ ഒരു സമയം യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇൻ ദ നിയർ ഫ്യൂച്ചർ തന്നെയാണ് വന്നിരിക്കുന്നത്. വരുന്ന സമീപ ഭാവിയിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് റൊമാൻസ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രണയം നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പോവുകയാണ്. ഇപ്പൊ റൊമാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പുതിയ ജീവിതം ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചീറ്റ് ചെയ്തിട്ട് എല്ലാ രീതിക്കും കടന്നുപോയ ഒരു പാർട്ട്ണർ ഒരിക്കലും ഒന്നിക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും വേണ്ടാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അർഹതപ്പെട്ട രീതിയിലുള്ള ഒരു സ്നേഹം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. അത് നിങ്ങൾ എത്രത്തോളം ഇനി വേണ്ട എനിക്ക് ഇനിയും വേണ്ട ഇത്രത്തോളം അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും ജെന്യുവിൻ ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളിലേക്ക് കടന്നു വരണം എന്നൊരു വിധി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന കാര്യത്തിൽ ആ ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. പുതിയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും വൈകാരികപരമായിട്ട് നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വിവാഹമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു കമ്മിറ്റ്മെന്റ് ഒരു സെലിബ്രേഷൻ ഒക്കെ നടക്കാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. അതും വരുന്ന സമീപ ഭാവിയിൽ തന്നെ നിയറസ്റ്റ് ഫ്യൂച്ചറിൽ തന്നെ ആ ഒരു റൊമാൻസ് ആ ഒരു പ്രണയം നിങ്ങളുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തുകയാണ്. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം others ഇവിടെ വന്നിട്ടുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സഹായം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വസിക്കുന്ന ദൈവിക ശക്തിയിൽ നിന്നാണെന്നുണ്ടെങ്കിലും വ്യക്തികളിൽ നിന്നാണെന്നുണ്ടെങ്കിലും സഹായം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു സഹായത്തിന് തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ അനിവാര്യമാണ്. ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിയുമ്പോൾ ക്ലാരിറ്റി ഇല്ലാതെ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന കുറച്ചധികം കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യുക. മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നടക്കേണ്ട ഒരു സമയമാണ്. അപ്പൊ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളൂ എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ് നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകും. ആ ഒരു സമയമാണ് ഓപ്പർച്യൂണിറ്റി ആണ്. അവസരങ്ങളുടെ വാതിലുകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് തുറക്കപ്പെടുകയാണ്. അവിടെ നിന്നും വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ഉയർച്ച ഫിനാൻഷ്യലി നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു ഉയർച്ചകളിലേക്ക് വരാനായിട്ട് പോവുകയാണ്. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ ബി അസർട്ടീവ് ആണ്. ഈ ഒരു സമയത്ത് ഈ ഒരു റീഡിംഗ് ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിനോട് തന്നെ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്കൊരു ഉത്തരം ലഭിക്കും. അത് യെസ് എന്നാണ് എന്നുണ്ടെങ്കിൽ ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പൊയ്ക്കോളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു സമയം അതായത് ആ ഒരു പന്ത് നിങ്ങളുടെ കോർട്ടിലേക്ക് എത്തിയെന്ന് സാരം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ട സമയമായി. നിങ്ങൾ ഇതുവരെ അനുഭവിച്ച വേദനകളെല്ലാം പൂർണ്ണമായി അവസാനിച്ചിട്ട് നിങ്ങൾക്കായിട്ട് ആക്ഷൻ എടുക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ഡിസിഷൻ ആണ്. ഈ ഒരു വ്യക്തി വരുമ്പോൾ സ്വീകരിക്കണം എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ജോബിന്റെ കാര്യങ്ങളായിക്കൊള്ളട്ടെ മറ്റെന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ആ ഒരു forgiveness ആയിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങളാണ് ആക്ഷൻ എടുക്കേണ്ടത്.
അതിന് നിങ്ങൾ തയ്യാറെടുത്ത് തന്നെ ഇരുന്നോളൂ. യെസ് ആണ് വന്നിരിക്കുന്നത്. യെസ്, നിങ്ങൾക്ക് ഒരു പീസ്ഫുൾ റെസൊല്യൂഷൻ ആണ്, സമാധാനപരമായ ഒരു പരിഹാരം നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ആവാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇതാണ് നിങ്ങൾക്കായിട്ട് കിട്ടിയിരിക്കുന്ന ഗൈഡൻസും. ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആയിട്ടാണ് എനിക്ക് ഇവിടെ തോന്നിയത്. അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്കാണ് റീഡിംഗ് കണക്ട് ആയിരിക്കുന്നത്, റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് എന്നുണ്ടെങ്കിലും തീർച്ചയായും നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എനർജിയെ ബാലൻസ് ചെയ്യുക. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പിന്റെ കേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഈ ഒരു സമയത്ത് ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആകുന്ന രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു യൂണിവേഴ്സിനോട് ബ്ലെസ്സിങ് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ റീഡിംഗ്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പൊ നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ നോക്കുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷൻസും എനർജീസും വെച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക.